ഓക്കെ. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ GS പേപ്പർ 1 2023 GS പേപ്പർ 1 13th ക്വസ്റ്റ്യൻ ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്ത് നോക്കാം. അപ്പോൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. റാദർ ദാൻ ബ്രെയിൻ സ്റ്റോമിങ് എന്നുള്ള കാര്യം വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചേക്കുന്നത് അതിനു വേണ്ടി ഉത്തരം എഴുതുക. സോ ഇവിടെ എന്താണ് ചോദ്യം എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. അതിൻ്റെ ഡിമാൻഡ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ടാണ് നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ്ങിലേക്ക് പോകുന്നത്. സോ ചോദ്യം ഇസ്, ഹൗ ഡിഡ് ദി കൊളോണിയൽ റൂൾ അഫക്റ്റ് ദി ട്രൈബൽസ് ഇൻ ഇന്ത്യ ആൻഡ് വാട്ട് വാസ് ദി ട്രൈബൽ റെസ്പോൺസ് ടു ദി കൊളോണിയൽ ഒപ്രഷൻ? ഇതായിരുന്നു ചോദ്യം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പാർട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ ഡിമാൻഡ്. അപ്പോൾ ഹൗ ഡിഡ് കൊളോണിയൽ റൂൾ അഫക്റ്റ് ട്രൈബൽസ് ഇൻ ഇന്ത്യ, ദറ്റ് ഈസ് വൺ പാർട്ട്. രണ്ടാമത്തെ പാർട്ടാണ് വാട്ട് വാസ് ദി ട്രൈബൽ റെസ്പോൺസ് ടു ദി കൊളോണിയൽ ഒപ്രഷൻ. ഇപ്പോൾ രണ്ട് എക്സ്പ്ലിസിറ്റ് പാർട്ടുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതല്ലാതെ ഇംപ്ലിസിറ്റ് പാർട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ചോദിച്ചിട്ടില്ല, പക്ഷെ എന്നാലും നമുക്ക് എഴുതാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഫോർ എക്സാമ്പിൾ ബ്രിട്ടീഷ്, ഇവിടെ ട്രൈബൽ റെസ്പോൺസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ബ്രിട്ടീഷ് റെസ്പോൺസ് കൂടെ എഴുതാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഇംപ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റിനെ പറ്റി വിട്ടിട്ട് മെയിൻലി 2 ഡിമാൻഡ്സ് ഇവിടെ ഉണ്ട്. ആ 2 ഡിമാൻഡ്സ് നമുക്ക് അഡ്രസ് ചെയ്യാൻ നോക്കാം ത്രൂ ബ്രെയിൻ സ്റ്റോമിങ്. ഇപ്പോൾ ഒന്നാമത്തെ ഡിമാൻഡാണ് ഹൗ ഡിഡ് കൊളോണിയൽ റൂൾ അഫക്ട് ട്രൈബൽസ്. രണ്ട്, വാട്ട് വാസ് ദി ട്രൈബൽ റെസ്പോൺസ്. ഇതാണ് രണ്ട് എന്താ പറയുന്നത് ഡിമാൻഡ്സ് ഓഫ് ദി ക്വസ്റ്റ്യൻ. ഇനിയും ബ്രെയിൻ സ്റ്റോമിങ് എങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ ജസ്റ്റ് ബ്രെയിൻ സ്റ്റോം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞു പോകാം. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ഒരാൾ ഓർക്കേണ്ട ഒരാളാണ് എബിൻ ചേട്ടൻ. അപ്പോൾ എബിൻ ചേട്ടൻ എൻ്റെ സീനിയർ ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് YMCAയിൽ താമസിച്ചപ്പോഴൊക്കെ ഹീ വാസ് ദ പേഴ്സൺ ഹു ഇൻട്രൊഡ്യൂസ് മീ ടു ബ്രെയിൻ സ്റ്റോമിങ്. 2021 പുള്ളി മെയിൻസ് എഴുതിയത്. അപ്പോൾ പുള്ളി എക്സ്റ്റെൻസീവ്ലി ഒരു കാര്യം ഉപയോഗിച്ചായിരുന്നു. സോ അപ്പോൾ ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്തും പറഞ്ഞു ഇങ്ങനെ ചെയ്യുക, സോ ദിസ് മൈറ്റ് ബി യൂസ്ഫുൾ. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഞാനൊരു ഇൻട്രോയും കൺക്ലൂഷനും മേളിലും താഴെ എഴുതിയിട്ടുണ്ട്. തൽക്കാലം നമുക്കത് നോക്കണ്ട, അത് നമുക്ക് പിന്നെ നോക്കാം. തൽക്കാലം ഇവിടെ 2 ഡിമാൻഡുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ 2 ഡിമാൻഡുകളും ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഡിമാൻഡാണ് ഹൗ ഡിഡ് കൊളോണിയൽ റൂൾ അഫക്ട് ദി ട്രൈബൽസ് ഓഫ് ഇന്ത്യ. അത് ബ്രെയിൻ സ്റ്റോം ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത്രയും. 2, ട്രൈബൽ റെസ്പോൺസ്. വാട്ട് ഈസ് ദി ട്രൈബൽ റെസ്പോൺസ് ടു ദിസ് ഒപ്രഷൻ? അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇനിയും എങ്ങനെയാണ് ബ്രെയിൻ സ്റ്റോം ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ ഉള്ള ചോദ്യം ഹൗ ഡിഡ് കൊളോണിയൽ റൂൾ അഫക്ട് ട്രൈബൽസ് ഓഫ് ഇന്ത്യ. ഇവിടെ നമുക്ക് 2 കീവേഡ്സ് ഉണ്ട്. ഒന്ന് കൊളോണിയൽ റൂൾ, 2 ട്രൈബൽസ്. അപ്പം ഞാൻ യൂഷ്വലി ചെയ്യുന്നത് എൻ്റെ സിലബസ് എടുത്തിട്ട് ഐ വിൽ തിങ്ക് അബൌട്ട് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സിലബസ് വിച്ച് ഐ കുഡ് ആഡ് ടു ഈ ഒരു ഏതെങ്കിലും കീവേഡ്. സോ ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ട്രൈബൽസ് ഇൻ ഇന്ത്യ, ഹൗ ഡിഡ് കൊളോണിയൽ റൂൾ അഫക്ട് ട്രൈബൽസ് ഓഫ് ഇന്ത്യ. ഇവിടെ ഇപ്പോൾ ട്രൈബൽസിനെ എങ്ങനെ അഫക്റ്റ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ട്രൈബൽസിലെ ട്രൈബൽ എന്നുള്ള ആ ഒരു കീവേഡിനെ നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാം. ട്രൈബൽസിൻ്റെ റിലിജനെ എങ്ങനെ അഫക്റ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് വൺ വേ ഇൻ വിച്ച് ഇറ്റ് വിൽ അഫക്ട് ട്രൈബൽസ്. 2, ട്രൈബൽസിൻ്റെ അവരുടെ വേ ഓഫ് ലൈഫ്, അതിനെ എങ്ങനെ അഫക്റ്റ് ചെയ്തു എന്ന് പറയാം. അടുത്തത് 3, ട്രൈബൽസിൻ്റെ ലൈവ്ലിഹുഡിനെ എങ്ങനെ അഫക്റ്റ് ചെയ്തു എന്ന് നോക്കാം. അടുത്തത് ട്രൈബൽസിലെ അവരുടെ തന്നെ വിമനെ എങ്ങനെ പർട്ടിക്കുലർലി അഫക്റ്റ് ചെയ്തു എന്ന് നോക്കാം. അല്ലെങ്കിൽ ട്രൈബൽ സൊസൈറ്റിയെ എങ്ങനെ അഫക്റ്റ് ചെയ്തു നോക്കാം. അല്ലെങ്കിൽ ട്രൈബൽ പൊളിറ്റിക്കൽ സിസ്റ്റംസിനെ അവർ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും റൂൾ ചെയ്തിരുന്നത്, ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ആ പൊളിറ്റിക്കൽ സിസ്റ്റംസ് മാറിയോ. അങ്ങനെ ട്രൈബൽസ് എന്നുള്ള ഒരു കീവേഡ് എടുത്ത് അതിനെ വെൻ വി തിങ്ക് ഇൻ ഡിഫറെൻറ്റ് വേസ് നമുക്ക് കുറേ അധികം പോയിൻറ്റ്സ് കിട്ടും. സോ ഇതാണ് മെയിൻലി ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ട്രൈബൽസിനെയാണ് ഞാൻ ഇപ്പോൾ എടുത്തത്. വേറൊരു രീതിയിൽ നമുക്ക് കൊളോണിയൽ റൂളിനെ എടുക്കാം. സോ കൊളോണിയൽ റൂളിനകത്തിൽ എന്തൊക്കെയാണ്, വാട്ട് ഓൾ തിങ്സ് എൻറ്റെയിൽ കൊളോണിയൽ റൂൾ. അപ്പോൾ വിചാരിക്കുമ്പോൾ കൊളോണിയൽ റൂള് ബ്രിട്ടീഷുകാർ എന്തൊക്കെ ചെയ്തു, അവർ കാട് വെട്ടി. സോ ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അതെങ്ങനെ ട്രൈബൽസിനെ എഫക്റ്റ് ചെയ്തു. പിന്നെ അവർ വാട്ട് എൽസ് ചെയ്തു, അഡ്മിനിസ്ട്രേഷൻ, ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അതെങ്ങനെ ട്രൈബൽസിനെ എഫക്റ്റ് ചെയ്തു. അവർ കുറേ ലോസ് കൊണ്ടുവരുന്നു, സജസ്റ്റ് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്. അതെങ്ങനെ ട്രൈബൽസിനെ എഫക്റ്റ് ചെയ്തു. അങ്ങനെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് കൊളോണിയൽ റൂൾ ചിന്തിക്കുമ്പോഴും നമുക്ക് കുറേ അധികം പോയിന്റ്സ് കിട്ടും. സോ ഇതാണ് എസെൻഷ്യലി ബ്രെയിൻ സ്റ്റോമിങ്. ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻ യുവർ ഹെഡ് വെൻ യു ബ്രെയിൻ സ്റ്റോം. ദിസ് ഇസ് ഹൗ യു
ഡിവൈഡ് കീവേഡ്സ്, തിങ്ക് ത്രൂ ദ വേസ് ഓഫ് സിലബസ്, അല്ലെങ്കിൽ ഇപ്പോൾ സിലബസ് ഇസ് വൺ ടെംപ്ലേറ്റ്, വൺ വേ ഇൻ വിച്ച് യു കുഡ് തിങ്ക്, യു കുഡ് യൂസ് അതർ വേസ് as well. ആൻഡ് ദാറ്റ് ഈസ് ഹൗ യു ജനറേറ്റ് പോയിന്റ്സ്. ഇപ്പോൾ ഞാനിവിടെ എഴുതിയേക്കുന്ന ഒരു പോയിന്റ് ഞാൻ പഠിച്ചിട്ട് വന്ന പോയിന്റ് അല്ല, ഇതൊക്കെ എപ്പോഴോ ഞാൻ വായിച്ച പോയിന്റുകളാണ്. പക്ഷേ ഞാൻ ഈ രീതി ചിന്തിച്ചു വന്നപ്പോൾ എനിക്ക് ഈ പോയിന്റുകളൊക്കെ ഓർമ്മയിലേക്ക് വന്നു. അതാണ് ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ ഒരു എന്താ പറയുന്നത് പവർ. ബിക്കോസ് ഇതൊന്നും എനിക്കെല്ലാം കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ വായിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഞാൻ ഈ ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യുമ്പോൾ ഈ ഒരു സ്ട്രക്ചേർഡായിട്ട് ഇത് ചെയ്തു പോകുമ്പോൾ ഈ നല്ല നല്ല പോയിന്റ്സ് എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബ്രീഫ് ഇൻട്രോ ഇൻ ടു ഹൗ ഈ ഒരു ഫസ്റ്റ് ഡിമാൻഡ് നമുക്ക് അഡ്രസ്സ് ചെയ്യാം. സോ ഞാൻ എഴുതിയേക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഹൗ ഡിഡ് കൊളോണിയൽ റൂൾ അഫക്ട് ദ ട്രൈബൽസ് ഓഫ് ഇന്ത്യ? സോ ഞാൻ നേരത്തെ പറഞ്ഞു കൊളോണിയൽ റൂളിനെ പറ്റി വരുമ്പോൾ അവർ കുറേ ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ലോസോ ബ്രിട്ടീഷുകാർ ചെയ്ത ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇവൻറ്റുകളോ കാരണം എങ്ങനെ ട്രൈബൽസിനെ അഫക്റ്റ് ആയി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സോ ഇവിടെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് വന്നൊരു പോയിൻ്റാണ് പ്രിൻസിപ്പിൾ ഓഫ് എമിനൻറ്റ് ഡൊമെയിൻ. ഇറ്റ്സ് എ ഭയങ്കര യൂഷ്വൽ തിങ് ആണ്. ഇപ്പോൾ ഇന്നത്തെ സ്റ്റേറ്റ് ക്രാഫ്റ്റിലും ഉള്ള ഒരു കാര്യമാണ്. എസെൻഷ്യലി മീൻസ് ദാറ്റ് സ്റ്റേറ്റ് ഒരു സ്ഥലം സ്റ്റേറ്റിൻ്റെതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും അവിടെ അധികാരമില്ല. അപ്പോൾ ട്രൈബൽ ലാൻഡ് പലതും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആണ്, അല്ലെങ്കിൽ പിന്നീട് അതിന് ശേഷം ക്രൗണ്ടേതാണെന്ന് പറയുമ്പോൾ, ക്രൗൺ ലാൻഡ് ആയപ്പോൾ ട്രൈബൽസിൻ്റെ ലാൻഡ് നഷ്ടപ്പെടുന്ന ഒരവസരം ഉണ്ടായി. സോ അങ്ങനെ പല പല റിവോൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്ന ഇൻഡിഗോ റിവോൾട്ടാണ്, പക്ഷേ ഡയറക്റ്റ്ലി അതുമായിട്ട് ലിങ്ക്ഡ് ആണോന്ന് അറിയില്ല. പക്ഷേ ഏതെങ്കിലും റിവോൾട്ട്, വേറെ റിവോൾട്ട് നിങ്ങൾക്ക് ഓർമ്മ വന്നെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. സോ ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം, പ്രിൻസിപ്പിൾ ഓഫ് എമിനൻറ്റ് ഡൊമെയിൻ, അത് വന്ന് ബിക്കോസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് എമിനൻറ്റ് ഡൊമെയിൻ ലാൻഡ് ഏലിയനേഷൻ ഓഫ് ട്രൈബൽസ് ഹാപ്പൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വൺ വേ ഇൻ വിച്ച് ദിസ് ഹോൾ തിങ് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് ഞാൻ ചിന്തിച്ചപ്പോൾ ഫോറസ്റ്റ് എന്നുള്ളൊരു പോയിന്റ് കിട്ടി. ഇപ്പോൾ ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ട്രൈബൽസിനെ അഫക്റ്റ് ചെയ്തു. സോ അവിടെ ആലോചിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി ഗ്രേസിങ്. അപ്പോൾ അതിന് മുമ്പ് ഈ നമ്മുടെ കന്നാലിയെ ഗ്രേസിങ്ങിൻ്റെ റൈറ്റ് അല്ല, ബിക്കോസ് അവർ ഫോറസ്റ്റിൽ തന്നെ ജീവിച്ചിരുന്നതുകൊണ്ട് ട്രൈബൽസ് ഓൾവേസ് could go into the forest, do എന്താ പറയുന്നത് ഗ്രേസ്, ആൻഡ് ദെൻ നോബഡി വുഡ് ആസ്ക് ദം. പക്ഷേ ഇപ്പോൾ ഓൾ ഓഫ് എ സഡൻ ബ്രിട്ടീഷേഴ്സ് കം ഇൻ ആൻഡ് ദേ മേക്ക് ലോസ്. സോ ഗ്രേസിങ് കംപ്ലീറ്റ്ലി ചിലപ്പോൾ ഡിനൈ ചെയ്യപ്പെട്ടു, ബിക്കോസ് ബ്രിട്ടീഷുകാർക്ക് അവിടെ പോയി ടിമ്പർ മേടിക്കണം, അതുകൊണ്ട് ഗ്രേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ മൈനർ ഫോറസ്റ്റ് MFP പ്രൊക്യൂർമെൻ്റ് എന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷേ MFP എന്നുള്ളത് എസെൻഷ്യലി വിച്ച് മീൻസ് ഇപ്പോൾ ഹണി, ബീസ് വാക്സ് അല്ലെങ്കിൽ ലീവ്സ്, ഇതൊക്കെ കളക്ട് ചെയ്യുന്ന ഗ്യാതറിങ് സ്വഭാവമുള്ള പല ട്രൈബൽ ഗ്രൂപ്പുകളുണ്ട്. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ പെട്ടെന്ന് ഇവരുടെ ഈ ഗ്യാതറിങ് പരിപാടികൾ മൊത്തം നിർത്തി, ബിക്കോസ് ബ്രിട്ടീഷുകാർ പറഞ്ഞ് അങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞു. സോ ആ രീതിയിലും ഫോറസ്റ്റ് റിലേറ്റഡുള്ള കുറച്ച് രീതിയിൽ ട്രൈബൽസിൻ്റെ ലൈഫ് എഫക്റ്റഡ് ആയി. അടുത്ത ട്രൈബൽ സൊസൈറ്റി എങ്ങനെ എഫക്റ്റഡ് ആയി എന്നാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്കറിയാം മണി ലെൻഡേഴ്സ് ഒക്കെ ഒത്തിരി ട്രൈബൽ ലാൻഡുകളിലേക്ക് അകത്തോട്ട് കയറുമ്പോൾ ഇൻഡെറ്റഡ്നെസ് എന്ന് വെച്ചാൽ ഈ എന്താ പറയുന്നത് കടബാധ്യത ട്രൈബൽസിനെ ഒത്തിരി അഫക്റ്റഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഫ്രം ആ ഒരു സമയം മുതൽ ഈ ക്ലോസ് ടു ഇൻഡിപെൻഡൻസ് ഓൾസോ അങ്ങനത്തെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ചാരയം, അറാക്ക്, ആൽക്കഹോളിസം എന്നുള്ളതും ട്രൈബൽസിലേക്ക് വരുന്നത് ബിക്കോസ് ഓഫ് ഇൻ സം വേസ് യു ക്യാൻ സേ ദറ്റ് ഈ കൊളോണിയൽ ഇൻറോഡ്സ് വന്നത് മൂലം അതിൻ്റെ കൂടെ കുറേ മണി ലെൻഡേഴ്സും ഔട്ട്സൈഡേഴ്സും വന്നു. അതെല്ലാം കാരണം ഈ ഒരു പർട്ടിക്കുലർ രീതിയിലും ട്രൈബൽസിൻ്റെ ലൈഫിനെ അഫക്റ്റ് ചെയ്തു. അടുത്തൊരു കാര്യം ഞാൻ എഴുതി വെച്ചേക്കുന്നു, നേരത്തെ പറഞ്ഞാണ് പൊളിറ്റിക്കൽ സിസ്റ്റംസ്. അപ്പോൾ നേരത്തെ ഇപ്പോൾ ട്രൈബൽസിന് ഒരു ഹെഡ്മാൻ കാണും, പിന്നെ ഒരു ഭയങ്കര ഇഗാലിറ്റേറിയൻ പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. പക്ഷേ ബ്രിട്ടീഷേഴ്സ് വന്നതിന് ശേഷം ആ തനതായിട്ടുള്ള ട്രഡീഷണൽ പൊളിറ്റിക്കൽ സിസ്റ്റംസിനെ എല്ലാം മാറ്റി ബ്രിട്ടീഷേഴ്സിൻ്റെ ഇപ്പോൾ റവന്യൂ കളക്ട് ചെയ്യുന്ന ഒരു വില്ലേജ് ഹെഡ്മാനെ, അപ്പോൾ മെയിൻ സ്ട്രീമിലെ ഒരു വില്ലേജ് ഹെഡ്മാനാണ് ഒരു ട്രൈബൽ ഗ്രൂപ്പിൻ്റെ അധികാരവിപ്പായി മാറുന്നത്. സോ അങ്ങനെ ഇവരുടെ ട്രഡീഷണൽ പൊളിറ്റിക്കൽ സിസ്റ്റംസും അണ്ടർമൈനായി. നല്ല എക്സാമ്പിൾസ് ഒന്നും എനിക്കിപ്പോൾ വരുന്നില്ല, പക്ഷേ നിങ്ങൾ സ്പെക്ട്രമൊക്കെ വായിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഇതിൻ്റെ ഉണ്ട്. ഏതെങ്കിലും നിങ്ങൾക്ക് തോന്നുന്ന ഉചിതമായിട്ടുള്ളൊരു എക്സാമ്പിൾ കൊടുക്കാം. അടുത്ത ട്രൈബൽ റിലിജൻ. അപ്പോൾ ട്രൈബൽ റിലിജൻ എങ്ങനെ അഫക്റ്റഡ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി മിഷണറീസ് ഒത്തിരി പേര് വന്നുകൊണ്ട് തനതായിട്ടുള്ള ഇൻഡിജിനസ് ട്രൈബൽ റിലിജൻസ്
എന്താ പറയുന്നത് മാറ്റപ്പെട്ടു. സോ നമുക്കറിയാം ബിർസ മുണ്ടയുടെ ഒക്കെ റെവല്യൂഷൻ ആണെങ്കിലും ട്രൈബൽ കൾച്ചറിനും ട്രൈബൽ റിലീജിയനെയും അണ്ടർമൈൻ ചെയ്യുന്നു എന്നുള്ള കാര്യം കാരണമായിരുന്നു ആ റിവോൾട്ടൊക്കെ വന്നത്. സോ മിഷണറീസ് വന്നത് കാരണം ട്രൈബൽ റിലീജിയൻ അഫക്റ്റഡ് ആയി. അതുപോലെ തന്നെ അടുത്ത 6ാമത്തെ പോയിന്റ് എൻവയൺമെൻറ്റ് എഴുതിയിട്ടുണ്ട്. സോ എൻവയൺമെൻറ്റ് എന്ന് പറയുമ്പം വാട്ടർ റിസോഴ്സസിൻ്റെ ആക്സസ് പലപ്പോഴും ബ്രിട്ടീഷുകാർ ഡിനൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദെയർ ആക്സസ് ടു വാട്ടർ നഷ്ടപ്പെട്ടു. അങ്ങനെ ട്രൈബൽസിന് എഫക്റ്റ് ആയി. സോ ഇതിപ്പോൾ 6 എണ്ണം ഞാൻ പറഞ്ഞു. പക്ഷേ ഇതല്ലാതെ നിങ്ങൾക്കൊരു 10-20 പോയിന്റ് വേണമെങ്കിൽ എക്സ്ട്രാ ഇങ്ങനെ ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ് നിങ്ങൾക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് സ്പെസിഫിക് എക്സാമ്പിൾസും കൊണ്ടുവരാം. ഞാൻ ഒരു കാര്യം എനിക്ക് മറന്നുപോയത്, ഈ ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 പറയാമായിരുന്നു. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് IFA 1927. അപ്പോൾ ഇങ്ങനത്തെ പോയിന്റ്സ്, സ്പെസിഫിക് പോയിന്റ്സ് ഈ ഒരു ജനറൽ ആയിട്ടുള്ള ഫ്രെയിംവർക്കിനോട് ആഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത്. സോ ദീസ് ആർ ദ കീവേഡ്സ് ദാറ്റ് ദി എക്സാമിനർ ആർ ലുക്കിംഗ് ഫോർ. അവർ ഡിക്കൂസ് അല്ലെ മണി ലെൻഡേഴ്സിനെ നോക്കിയിരിക്കുകയായിരിക്കും, മിഷണറീസ് നോക്കിയിരിക്കുകയാണ്, ഇൻഡിഗോ റിവോൾട്ട് നോക്കിയിരിക്കുകയാണ്, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് നോക്കിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ആ കാര്യങ്ങൾ ആഡ് ചെയ്യുക. പക്ഷേ അത് ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു പോയിന്റ്സ് വരാൻ ഒരു ഈസിയർ വേ ഇസ് ത്രൂ, എനിക്കൊരു ഈസിയർ വേ ആയിരുന്നു ത്രൂ യൂസിങ് ദീസ് ഫ്രെയിം വർക്ക്സ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പാർട്ട്, വിച്ച് ഇസ് ഹൗ ഡിഡ് കൊളോണിയൽ റൂൾ അഫക്ട് ട്രൈബൽസ് ഓഫ് ഇന്ത്യ. രണ്ടാമത്തെ പാർട്ട് വിച്ച് ഇസ് ട്രൈബൽ റെസ്പോൺസ്. അതും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം. ഞാനിവിടെ അത് ട്രൈബൽ റെസ്പോൺസ് കുറച്ചുകൂടി ഒരു സ്റ്റാറ്റിക് കണ്ടന്റ് മെമ്മറി റീകളക്ഷൻ രീതിയിലാണ് എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ maybe what you could do is you could think about tribal response also in ഇങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ഒരു ടെംപ്ലേറ്റ് രീതിയിൽ ചിന്തിച്ചിട്ട് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഞാനിവിടെ എഴുതി വെച്ചേക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയാം. ഇപ്പോൾ ട്രൈബൽ റെസ്പോൺസ് പല രീതിയിലുണ്ടായിരുന്നു. ആംഡ് റിവോൾട്ട്സ് ഉണ്ടായിരുന്നു, ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിനോട് ക്ലബ് ചെയ്തുണ്ടായിരുന്നു, ഒരു റിലീജിയസ് ക്യാരക്ടറുള്ള പല ട്രൈബൽ റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് ബിർസ മുണ്ടയുടെ റിവോൾട്ട് പറയാം, പിന്നെ വാസുദേവ് ജയന്ത് ഫട്കെ മഹാരാഷ്ട്രയിലുണ്ടായിരുന്ന പുള്ളിയുടെ, ആന്ധ്രാപ്രദേശ് കൊമരം ഭീം, അങ്ങനെ കുറേ അധികം, പിന്നെ വേറെ കുറേ പേരുണ്ട്. എല്ലാവരുടെയും പേര് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല, അതൊക്കെ ഞാൻ മറന്നുപോയി. പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് സ്റ്റാറ്റിക് ആൾക്കാരുടെ പേരും മൂവ്മെൻറ്റ്സും കൂടി ഇതിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ആഡ് വാല്യൂ ടു യുവർ ആൻസർ ആൻഡ് ദാറ്റ് അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് മേടിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായെന്ന് തോന്നുന്നു. വിച്ച് ഈസ്, എനിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഞാനിവിടെ വന്നപ്പോൾ സാർ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ എനിക്കിതൊന്നും ഓർമ്മയില്ലായിരുന്നു. ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ട് കൊളോണിയൽ റൂളും ട്രൈബൽ ഇതും രണ്ടും ഡിവൈഡ് ചെയ്ത് അങ്ങനെ കുറേ പോയിന്റ് കൊണ്ടുവരാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് എമിനന്റ് ഡൊമെയിനും ഇന്ത്യൻ ഫോറസ്റ്റ് ആക്റ്റും ഒക്കെ വന്നത്. അല്ല ഞാനത് കാണാൻ പഠിച്ചിട്ട് വന്നതല്ല. അപ്പോൾ ഇതാണ് ബ്രെയിൻ സ്റ്റോം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം. അധികം കാണാതെ പഠിക്കാതെ കുറേ പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഞാൻ ബ്രെയിൻ സ്റ്റോം ചെയ്തിരുന്നത്.